ഏതായാലും പിന്നെ കുല്ലു ഇനാഇൻ ത്വാഹിരിൻ, ത്വാഹിറായ എല്ലാ പാത്രങ്ങളും വലൗ സമീനൻ, വില കൂടിയതാണെങ്കിലും ശരി, യുബാഹു ഇത്തിഖാദുഹു വസ്തിഅമാലുഹു, യുബാഹു അനുവദനീയമാകും, ഇത്തിഖാദുഹു അത് ഉണ്ടാക്കൽ, അത് സ്വീകരിക്കൽ, വസ്തിഅമാലുഹു അതിനെ ഉപയോഗിക്കലും. ഇത്തിഖാദും ഇസ്തിഅമാലും. ഇത്തിഖാദ് ആ പാത്രം ഉണ്ടാക്കുക, അതിപ്പോൾ അന്നത്തെ കാലത്ത് ഉണ്ടാക്കലേക്കും, ഇങ്ങനെ കടയിൽ പോയി വാങ്ങാന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം ഉണ്ടാക്കുക, നമ്മൾ വാങ്ങുക, സ്വന്തമാക്കുക ഉദ്ദേശിച്ചത്, നമ്മളിതാക്കി മാറ്റാം, അതാണ് ഇത്തിഖാദ്. ആ പാത്രം ഉണ്ടാക്കുക, ആ പാത്രം നമ്മുടേതാക്കി മാറ്റുക. വസ്തിഅമാലുഹു അതിനെ ഉപയോഗിക്കലും. അപ്പം ഇത്തിഖാദ് വേറെ, ഇസ്തിഅമാല് വേറെ. ഇത്തിഖാദ് പറയുമ്പോൾ അത് നമ്മൾ വാങ്ങുന്നു. ഇനി എന്തിന്? അത് പല ആവശ്യം ഉണ്ടാവാം, ഉപയോഗം പല രൂപത്തിലായിരിക്കാം. വാങ്ങൽ വേറെയാണ്, ഉപയോഗിക്കൽ വേറെയാണ്. അപ്പോൾ ഒന്നുകിൽ ഒരു അലങ്കാരത്തിനാവാം, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം കണ്ടത് ഉപയോഗിക്കാൻ വേണ്ടി ആവാം, അല്ലെങ്കിൽ മുമ്പിൽ ആവശ്യം കാണുന്നുണ്ട്, അന്ന് ഇത് ആവശ്യം വരും, അപ്പം എടുക്കാമെന്നൊക്കെ ആവാം. അല്ലെങ്കിൽ ഒന്നുമില്ല, പോണേക്ക് കണ്ടു, കണ്ടപ്പോൾ താല്പര്യം തോന്നി, തിരക്കടില്ല, വില ചോദിച്ചു, ഓന് വാങ്ങാന്നുണ്ട്, ഓന് വാങ്ങുകയും ചെയ്തു. അതൊക്കെ ഇത്തിഖാദാണ്. ഇനി ഉപയോഗിക്കൽ വേറെ. ഉപയോഗിക്കൽ അതിന് ഉപയോഗിക്കാൻ അനുവാദമായ വഴി അല്ലാത്ത വഴിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഓന് ഉപയോഗിക്കാൻ പറ്റും, ഭാര്യയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇപ്പോൾ ആഭരണമാണ്, നമുക്ക് വാങ്ങാം, നമ്മൾ ഭാര്യയ്ക്ക് ഉപയോഗിക്കാം. നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വെച്ചാൽ പറ്റില്ല. അത് ഇത്തിഖാദും ഇസ്തിഅമാലും. അപ്പോൾ പാത്രത്തിൽ രണ്ട് വിഷയം ഇപ്പം തന്നെ വന്നു. ഒന്ന് ഇത്തിഖാദ്, മറ്റൊന്ന് ഇസ്തിഅമാൽ. ഞാൻ ഇസ്തിഅമാലിൽ തന്നെ അക്കിലും ഷുർബും പ്രത്യേകം എടുത്തു പറയും, തിന്നലും കുടിക്കുക. അത് പ്രത്യേകം ഹദീസിൽ വിലക്കിയ കാര്യമാണ്. സ്വർണ്ണപാത്രത്തിൽ തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഹദീസിൽ വന്ന കാര്യമായതുകൊണ്ട് അത് പ്രത്യേകം ചർച്ചയ്ക്ക് വരും. ഏതായിരുന്നാലും എല്ലാ പാത്രങ്ങളും അത് ഇത്തിഖാദും ഇസ്തിഅമാലും, ആ പാത്രം ഉണ്ടാക്കലും ആ പാത്രം ഉപയോഗിക്കലും, അത് രണ്ടും ഹലാലാണ്. വലൗ സമീന, അത് വില കൂടിയതാണെങ്കിലും ശരി. അപ്പൊ ഹലാലാന്ന് പറയാൻ തെളിവെന്ത് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ? തെളിവ് ആവശ്യമില്ല. ഹലാല പറഞ്ഞ തെളിവെന്ന് വെച്ചാൽ ഓട് ചോദിക്കുന്നത് ഹലാ അല്ല പറഞ്ഞ തെളിവെന്ന് ചോദിക്കുന്നത്. ഹലാ അല്ല എന്ന് പറയാൻ തെളിവെന്താണ്? ഹറാമാ പറഞ്ഞ തെളിവെന്താണ്? ഹറാമാദിത്വം ബാധിച്ചാൽ അയാളാണ് തെളിവുമായി വരേണ്ടത്. ആ തെളിവ് വരാത്ത കാലത്തോളം ഹലാലാണ് എന്ന് മനസ്സിലാക്കാം. അതെ, എല്ലാം ഹലാൽ ഒക്കെ ശ്രദ്ധിക്കണം. ഇനി ഇല്ല ആനിയത്ത ദഹബിൻ വഫില്ലത്തിൻ, ഇല്ല ആനിയത്ത ദഹബിൻ, സ്വർണത്തിന്റെ പാത്രങ്ങൾ ഒഴികെ. ഇല്ല ആനിയത്ത ദഹബിൻ, സ്വർണത്തിന്റെ പാത്രങ്ങൾ ഒഴികെ. വഫില്ലത്തിൻ, വെള്ളിയുടെയും. ദഹബ് സ്വർണം, ഫില്ലത്ത് വെള്ളി. ദഹബ് സ്വർണം, ഫില്ലത്ത് വെള്ളി. അപ്പൊ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ ഒഴികെ. അപ്പൊ എന്ത് മനസ്സിലായി? അത് ഹലാലല്ല. സ്വർണപാത്രം, വെള്ളിപ്പാത്രം, അത് ഇത്തിഖാദും ഹലാലല്ല, ഇസ്തിഅമാലും ഹലാലല്ല പാത്രങ്ങൾക്ക്. കാരണം പാത്രം പ്രത്യേകമായ ഹദീസ് വന്ന കാര്യമാണ്. ഇത് പാത്രത്തിന് മാത്രമാണെന്ന് എല്ലാത്തിനും പറ്റു വെച്ചിട്ടുണ്ടെങ്കിൽ ഹദീസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് അത് പ്രത്യേകം ഇവിടെ പരാമർശിക്കുന്നത്. നെസ്സിൽ വന്നു, ഖുർആനോ ഹദീസോ നിൽക്കുന്ന കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അസ്ലു കായിക പറഞ്ഞിരിക്കാൻ പറ്റില്ല. അസ്ലു കായിക ഇതൊക്കെ ഹലാലാന്നല്ലേ, പിന്നെ എങ്ങനെ ഇത് പാടില്ല എന്ന് പറയാ? അതിനർത്ഥമില്ല. ഇത് പാടില്ല അല്ല പറഞ്ഞാൽ അത് പാടില്ല എന്നല്ലേ. ദാല്, പുള്ളിയുള്ള ദാല്, അതേപോലെ തന്നെ ദഹബ, ഒന്ന് ഫെയിലാണ്, മറ്റൊന്ന് ഇസ്മാണ്. ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. ദഹബ ഫെയിലായിട്ട് ഉപയോഗിക്കുമ്പോൾ പോയി, അത് തന്നെയാണ് സ്വർണം. ദഹബുൻ എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ്. അപ്പൊ ഇസ്മായി മാറി. ദഹബുൻ സ്വർണം, ദഹബ പോയി. അപ്പൊ എല്ലാ പാത്രവും ഹലാലാണ്. ഇല്ലാ ആനിയത്ത ദഹബിൻ വഫില്ലത്തിൻ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ ഒഴികെ. അപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ ഇത് മറ്റൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനർത്ഥം ഒഴിവാക്കപ്പെടാത്തതെല്ലാം പറ്റുന്നതാണ്. അതാണ് ഇസ്തിസ്നാ എന്ന് പറയാം. ഇസ്തിസ്നാ, ഒഴിവാക്കുക. അത് സംഗതി പറഞ്ഞിട്ട് അതിന് മറ്റൊന്നിനെ ഒഴിവാക്കുക. ഇസ്തിസ്നാ ഒരുപാട് വിധികൾ ഉണ്ട്. പിന്നെ ഭാഷയിൽ പഠിക്കാണ് ഇസ്തിസ്നാ എത്ര വരെ പറ്റും, ഏതൊക്കെ പറ്റും എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പിന്നെ പകുതിയിൽ താഴെയാണ് ഇസ്തിസ്നാ എന്നാണ് പൊതുവേ ഉള്ള നിയമം. ഒരു സംഗതി പറഞ്ഞ് അതിൻ്റെ പകുതിയെ ഇസ്തിസ്നാ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഞാൻ 500 രൂപ തരാം 499 ഒഴികെ എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് 500 രൂപ തരാം എന്ന് പറഞ്ഞു, എന്നിട്ട് പിന്നെ പറഞ്ഞ 499 ഒഴികെ. അപ്പം എത്ര കൊടുക്കുക?
1000 ആ ഇസ്തിസ്നാ സ്വഹീഹ് ആകുമോ? ഇസ്തിസ്നാ സ്വഹീഹ് അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ 500 കൊടുക്കേണ്ടി വരും. ഇസ്തിസ്നാ സ്വഹീഹ് ആണ് എന്നാലോ 1000 ഉൾപ്പെടുത്താൽ മതി. അപ്പം അങ്ങനെ പറ്റുമോ? അപ്പം പകുതി വരെയാണ് പൊതുവെ ഇസ്തിസ്നാ പറ്റുക എന്നാണ് പ്രബലാഭിപ്രായം. എന്നതല്ല എങ്ങനെ ഒക്കെ വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. സ്വർണ്ണം പൂശലൊക്കെ ഇപ്പൊ സ്വർണ്ണം, ഇപ്പൊ ഒറിജിനൽ സ്വർണ്ണമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി പൂശിയത് പറ വരും, ക്ഷമ വേണമെന്നുള്ളൂ. അപ്പൊ ഇസ്തിസ്ന മാക്സിമം പകുതി വരെ എന്നാണ് പ്രബലമായ അഭിപ്രായം. അതല്ല അതിൽ ഇനി ഫുള്ളായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 100 തരാം 100 ഒഴികെ എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കേണ്ടതാണ് ആ അഭിപ്രായ പ്രകാരം. അങ്ങനെ 100 ഉറുപ്പിക തരാറിന് 100 കുറച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ അതല്ലാത്ത ഒഴിവാക്കാൻ പറ്റുമോ? സാധാരണ ഇസ്തിസ്ന എന്നാണ് അകത്തുള്ളത് പുറത്താക്കാതാണ്. ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഒന്നിനെ ഒഴിവാക്കുക. അപ്പൊ എല്ലാ പാത്രവും ഹലാലാണ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പെട്ടു? സ്വർണം പെട്ടു, വെള്ളിയും പെട്ടല്ലോ. കുല്ലു ഇനായി എന്ന് പറഞ്ഞത്, കുല്ലു ഇനായിൻ, ആ കുല്ലിൽ എന്ത് പെട്ടു? സ്വർണം പെട്ടു, വെള്ളിയും പെട്ടു. ഇനി അതിനെ പുറത്താക്കണം. അതാണ് ഇല്ല ഇതൊഴികെ. അപ്പൊ ഉള്ളിൽ പെടാത്തിനെ പുറത്താക്കാൻ പറ്റുമോ? ഉള്ളിൽ പെടാത്ത ഒന്നിനെ പുറത്താക്കാൻ പറ്റുമോ? പറ്റും എന്നാണ്. ഉള്ളിൽ പെടാത്ത ഒന്നിനെയും പുറത്താക്കാം. അറബിയിലെ നിയമമുണ്ട്. കാരണം അതിൽ ഇപ്പൊ ഉദാഹരണം പിന്നെ ജാ അൽ ഖൗമു, ആളുകളൊക്കെ വന്നു, ഇല്ലാ ഹിമാറൻ, ഒരു കഴുത ഒഴികെ ബാക്കി ഏതായാലും വന്നു പറഞ്ഞു. അപ്പൊ ഈ കൗമിന് കഴുത വിടുവോ? വിടൂല. എന്നാലും പറയാം. ഏതുപോലെ ഫസജദൽ മലായിക, മലക്കൾ സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അപ്പൊ മലക്കുകൾ സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലാ ഇബ്ലീസ് എന്ന് ഉപയോഗിച്ചത്. അപ്പൊ ഇബ്ലീസ് മലക്കാണോ? അല്ലല്ലോ. എന്നാൽ ഈ വിധി പറഞ്ഞിട്ട് ചില ഇബ്ലീസ് മലക്കപ്പെട്ടതാണ്. കാരണം അല്ലാതെ ഇതിനെ ഒഴിവാക്കാൻ പറ്റുന്നല്ലോ. മെമ്പർഷിപ്പ് ഇല്ലാത്തവരെ പുറത്താക്കാൻ പറ്റുമോ? അതാണ് ഉള്ളിലില്ലാത്തവരെ പുറത്താക്കാൻ പറ്റിയിരിക്കുന്നത്. ആവട്ടെ, നമ്മളെ വിഷയമല്ല. ഇവിടെ കുല്ലു ഇനായിൻ എന്ന് പറഞ്ഞപ്പോൾ സ്വർണ്ണപാത്രവും വെള്ളിപ്പാത്രവും അടക്കം ലോകത്ത് പാത്രമായി എന്തൊക്കെയുണ്ടോ, ചെമ്പാകാം, മണ്ണാവാം, പ്ലാസ്റ്റിക് ആവാം, ലെതറാവാം, എന്ത് പാത്രമായാലും കുല്ലു ഇനായിൻ, എല്ലാ പാത്രങ്ങളും. അപ്പൊ അതുപ്രകാരം സ്വർണ്ണപാത്രവും പറ്റും, വെള്ളിപ്പാത്രവും പറ്റും, മൺപാത്രവും പറ്റും, പ്ലാസ്റ്റിക് പാത്രവും പറ്റും. എല്ലാ പാത്രവും ഹലാലാണ്. എന്നാൽ ഇല്ലാ ഇനാ ദഹബിൻ, സ്വർണത്തിന്റെ ഇല്ലാ ആനിയത്ത ദഹബിൻ, സ്വർണത്തിന്റെ പാത്രം ഒഴികെ, വഫില്ലത്തിൻ, വെള്ളിയുടെയും. അപ്പൊ സ്വർണ്ണപാത്രം പറ്റൂല, വെള്ളിപ്പാത്രവും പറ്റുകയില്ല എന്ന് വന്നു. അതും പറ്റൂല എന്നാണ്. കാരണം ഇവിടെ ഇത്തിഹാദും ഇസ്തിഅ്മാലുമാണ് പറഞ്ഞത്. ഇത്തിഹാദും ഇസ്തിഅ്മാലും അത് രണ്ടും പറഞ്ഞിട്ടാണ് ഇത് ഒഴികെ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്തിഹാദും പറ്റൂല, ഇസ്തിഅ്മാലും പറ്റുകയില്ല. അപ്പൊ സ്വർണ്ണപാത്രം അതേപോലെ വെള്ളിപ്പാത്രം അത് രണ്ടും ഉപയോഗിക്കൽ അനുവദനീയം അല്ല. അത് മാത്രമല്ല വമുളബ്ബബൻ ബിഹിമാ, വമുളബ്ബബൻ ബിഹിമാ, അത് രണ്ടും കൊണ്ട് തൽബീബ് ശരിക്കും ഈ പൊട്ടിയ പാത്രങ്ങൾ, ഓട്ടയായ പാത്രമൊക്കെ ഓട്ടയടക്കുക, അതിൻ്റെ പൊട്ട് തീർക്കുക, അതിനൊക്കെ സാധാരണ ലബ്ബബ എന്ന വാക്ക് ഉപയോഗിക്കാം. ലബ്ബബ, തൽബീബ് എന്ന് പറയും. ലബ്ബബ പാച്ച് വർക്കിനാണ് ശരിക്കും പറയാം. ഇപ്പം ഈ പഴയ കാലത്തൊക്കെ പാത്രം പൊട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചാണ് നെയ്യും വെള്ളി ഉരുക്കിയിട്ടൊക്കെ അതിമൊഴിച്ചിട്ട് അത് ഒട്ടിച്ച് വെക്കും അത്രേ പഴയ കാലത്ത്. ഇന്നത്തെ കാലത്ത് ഇപ്പം അതിനൊന്നും മുതലാളിണ്ടാവില്ല. അപ്പം അതിനാണ് ശരിക്കും ലബ്ബബ എന്ന് പറയാം. അപ്പോൾ സ്വർണം കൊണ്ട് വെള്ളി കൊണ്ടൊക്കെ അതിന് പാത്രം ഒരു ഓട്ടയടച്ചു, ഒരു പാത്രം ഓട്ടയായി, ആ ഓട്ട അടക്കാൻ ഉപയോഗിച്ച വെള്ളിയാണ്, അല്ലെങ്കിൽ സ്വർണ്ണമാണ് എന്ന് വിചാരിക്കാം. സ്വർണ്ണത്തിന് ഇപ്പോഴത്തെ വില കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വർണ്ണം വില ചിലപ്പോൾ പോവും. അപ്പോൾ ചിലപ്പോൾ പിന്നെ അവസാനം ആകെ പറ്റല് വല്ല പാത്രത്തിന് ഓട്ട എടുക്കാനൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും നിലയ്ക്ക് സ്വർണ്ണമോ വെള്ളിയോ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ പാത്രവും പറ്റുകയില്ല. കാരണം ഒരു കാര്യം ഹറാമായി കഴിഞ്ഞാൽ അതിലെ കുറച്ചും അധികവും ഒക്കെ ഹറാമാണ്. ഒരു സംഗതി ഹറാം എന്ന് ഇസ്ലാം നിശ്ചയിച്ചു കഴിഞ്ഞാൽ കുറച്ച് പറ്റു വെച്ചാൽ പറ്റൂല. അത് വേറെ, പല്ല് വെക്കുമ്പോൾ വേറെ. ഇത് പാത്രമാണ്. പല്ല് പറ്റും, മൂക്ക് പറ്റും. സഹാബി മൂക്കുണ്ടാക്കിയല്ലോ. ഇവിടെ സഹാബിന്റെ മൂക്ക് പോയപ്പോൾ വെള്ളിയോട് മൂക്കുണ്ടാക്കിയപ്പോൾ ശരിയായില്ല. അവൻ നബി പറഞ്ഞു സ്വർണം കൊണ്ടായിക്കോ പറഞ്ഞു. അപ്പോൾ സ്വർണം കൊണ്ട്
ഒരു മൂക്കുണ്ടാക്കി വെച്ചൊക്കെ ഉണ്ട്. ഹദീസിൽ നമുക്ക് ചർച്ച ഉണ്ട്. പല്ല് സ്വർണം കൊണ്ട് കമ്പിടല്, എനിക്ക് പഴയ കാലത്ത് ഹദീസ് കിതാബിൽ അധ്യായം തന്നെ കാണാൻ പറ്റും. അത് വകുപ്പ് വേറെ അതിന് വരും. നമുക്ക് ലിബാസ് വരുമ്പോൾ അവിടെ വരും സ്വർണ്ണ മൂക്ക്, വെള്ളി മൂക്ക്, സ്വർണ്ണപ്പല്ല്, വെള്ളിപ്പല്ല്, അതൊക്കെ അവിടെ ചർച്ച വേറെ വരാനുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ വെച്ചാൽ ഒതുണ്ടാക്കാനോ വെള്ളമെടുക്കാനോ പോണത്. ഇവിടെ ചർച്ച ഒതെടുക്കാൻ വേണ്ടി വെള്ളമെടുക്കണമെങ്കിൽ പാത്രം വേണം. അപ്പോഴാണ് ചർച്ച വന്നത്. അപ്പോൾ സ്വർണത്തിൻ്റെ പാത്രവും വെള്ളിയുടെ പാത്രവും ആ സ്വർണവും വെള്ളിയും കൊണ്ട് ഓട്ടയടക്കപ്പെട്ട റിപ്പയർ ചെയ്യപ്പെട്ട പാത്രങ്ങളും അതും പാടില്ല. ഫഇന്നഹു യഹ്റുമു ഇത്തിഖാദുഹാ വസ്തിഅമാലുഹാ. ഫഇന്നഹു യഹ്റുമു നിശ്ചയമായും ഹറാമാകും ഇത്തിഖാദുഹാ അത് ഉണ്ടാക്കലും വസ്തിഅമാലുഹാ അത് ഉപയോഗിക്കലും വലൗ അലാ ഉൻസാ സ്ത്രീക്കാണെങ്കിലും ശരീന. പെണ്ണിനും പറ്റൂലാന്ന്. അപ്പൊ പെണ്ണിന് സ്വർണ്ണ ആഭരണം പറ്റൂലേ? പറ്റും. അവനെ ഓള് സ്വർണ്ണ പാത്രത്തിൽ ചോദിച്ചോട്ടെ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അല്ല, സ്വർണം പറയേക്ക് ആരായാലും പറ്റൂല. അവിടെ നിർത്തുണ്ടല്ലോ, ആരായാലും പറ്റൂല. അവിടെ സ്വർണം പാത്രമായോ വെള്ളിയായോ ഉപയോഗിച്ചുകൂടാ. അതെന്ന് വെച്ചാൽ ഒന്ന് പറയാൻ കാരണം അത് പൊതുവെ ഒരു അഹങ്കാരത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ സ്വർണം കൊണ്ട് പാത്രം ഉണ്ടാക്കി പറഞ്ഞാൽ ആരായാലും എന്താ വിചാരിക്കുക? എന്താ പോലെ കിബറ് പോലെ പെரிய പാത്രം വരെ സ്വർണം കൊണ്ടാണെന്ന് പറയും. അപ്പൊ അതൊരു അഹങ്കാരം തന്നെയാണ്. ആളുകളെ മനസ്സ് ഫിത്രത്തിൽ തന്നെ, മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ മനുഷ്യ മനസ്സ് ചായുന്ന രണ്ട് കാര്യങ്ങളാണ് സ്വർണവും വെള്ളിയും. സ്വർണത്തിലേക്ക് മനസ്സ് ചായും, വെള്ളിക്കും മനസ്സ് ചായും. അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. വെള്ളിയേക്കാൾ ഏറെ ചായും സ്വർണത്തിലേക്ക്. അതുകൊണ്ട് സ്വർണത്തിലേക്കാൾ വെള്ളി ഗൗരവം കുറവായത്. സ്വർണ്ണം മോതിരം പാടില്ല എന്നപ്പോൾ വെള്ളി മോതിരം പറ്റുന്ന പറഞ്ഞു. സ്വർണ്ണം മോതിരം പുരുഷന്മാർക്ക് പാടില്ല, അപ്പോൾ വെള്ളി മോതിരം ധരിക്കാം. അപ്പോൾ സ്വർണത്തിനെ അപേക്ഷിച്ച് വെള്ളി ഗൗരവം കുറവാണ് എന്നത്, അല്ലെങ്കിൽ അത് അനുവദിക്കുന്നല്ലോ. അപ്പോൾ ഒരു സംഗതി പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ കുറേ തത്വങ്ങൾ ഉണ്ടാവും. ഇസ്ലാമിൽ ഒരു സംഗതി ഹറാമാകുമ്പോൾ പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഹറാമാകും. വെറുതെ ഹറാമാക്കൂല. ഇവിടെ അസ്ല് മുആമലത്തൊക്കെ ഹലാലാണ്. അതിൽ നിന്ന് ഇത് പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം അത് നസ്സിൽ പ്രത്യേകമായി വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞു അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നബി പറഞ്ഞു വെള്ളിപ്പാത്രത്തിൽ വെള്ളം കുടിക്കുന്നവൻ അവന്റെ വയറ്റിലേക്ക് നരകാഗ്നിയാകുന്നു കുടിച്ചിറക്കുന്നത്. വെള്ളിപ്പാത്രത്തിൽ വെള്ളം കുടിക്കുന്നവൻ നരകാഗ്നിയാണ് വയറ്റിലേക്ക് ഇറക്കുന്നത് എന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും അതിന് വ്യക്തമായി മനസ്സിലായി അത് പാടില്ല. സമാനമായ മറ്റു പല ഹദീസുകളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മറ്റു ഹദീസുകൾ ലാ തസ്റബൂ നിങ്ങൾ കുടിക്കരുത് ഫീ ആനിയത്തിൽ ദഹബി വൽ ഫിദ്ദ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ നിങ്ങൾ കുടിക്കരുത്. വലാ തഅകുലൂ ഫീ സിഹാഫിഹാ ഫഇന്നഹാ ലഹും ഫിദ്ദുനിയാ വലക്കും ഫിൽ ആഖിറ അതിന്റെ തളികകളിൽ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യരുത്. സ്വർണ്ണപാത്രത്തിലും വെള്ളിപ്പാത്രത്തിലും നിങ്ങൾ കുടിക്കരുത്. സ്വർണ്ണത്തളികയിലും വെള്ളിത്തളികയിലും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യരുത്. ഫഇന്നഹാ ലഹും ഫിദ്ദുനിയാ വലക്കും ഫിൽ ആഖിറ അത് നിങ്ങൾക്ക് പരലോകത്തും മറ്റുള്ളവർക്ക് ദുന്യാവിലുമാകുന്നു. വിശ്വാസികൾക്ക് അത് പരലോകത്താണ്, അവിശ്വാസികൾക്ക് അത് ദുന്യാവിലും. അപ്പം ഇവിടെ ദുന്യാവിന് ഉപയോഗിക്കണമെങ്കിൽ അവിടുന്ന് കിട്ടൂല, ഇവിടെ ഉപയോഗിക്കാത്തവന് അവിടുന്ന് കിട്ടും. അപ്പൊ ദുന്യാവിലെ സ്വർണം വേണോ ആഖിറത്തെ സ്വർണം വേണോ? എന്നാ പിന്നെ നമുക്ക് ആഖിറത്ത് മതി. എവിടെ ഒന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഉണ്ടായി അവിടെ ഇല്ല, അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇല്ല. എന്നാ പിന്നെ നമുക്ക് അവിടെ മതി. അപ്പൊ ഇവിടെ വേണ്ട. അപ്പൊ ഒരു അഹങ്കാരത്തിന്റെ ഗർവിന്റെ വഴികളൊക്കെ അല്ലാഹു തആല അവിടെ അടച്ചു കളഞ്ഞു എന്നാണ് അതിൻ്റെ ഒരു അസുലായി പഠിപ്പിക്കപ്പെടുന്നത്.